ആം അഫീഫ ഫ്രം മലപ്പുറം. ഇനി നമുക്ക് വിഒ പിന്നെ എങ്ങനെയാണ് ജനറൽ ആഡ് ചെയ്യുക, വിഒന്റെ അത് എങ്ങനെ ജനറൽ ആഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നേരത്തെ പോലെ തന്നെ ചേഞ്ച് റോൾ എടുക്കുക, എന്നിട്ട് ഈക്വൽ എടുക്കുക. ഈക്വൽ എടുത്തിട്ട് വിഒയിൽ നമുക്ക് എൻട്രി വരുന്നത് എസ് എച്ച് ജിയിൽ നമ്മൾ മുന്നേ പറഞ്ഞു, എസ് എച്ച് ജിയിൽ ഒരു എസ് എച്ച് ജിയിൽ 10 എൻട്രി വീതമാണ് വരേണ്ടത്. മാക്സിമം 10 എൻട്രി ആണ്, മിനിമം എത്രയായാലും കുഴപ്പമില്ല. വിഒയില് നമുക്ക് മാക്സിമം 5 എൻട്രി വീതമാണ് വേണ്ടത് കേട്ടോ. ശ്രദ്ധിക്കുക, എസ് എച്ച് ജിയിൽ 10 എണ്ണം, വിഒയില് 5 എണ്ണം വീതമാണ് മാക്സിമം വേണ്ടത്. അതിൽ കുറഞ്ഞ കുഴപ്പമില്ല, കൂടാൻ പാടില്ല കേട്ടോ. അപ്പോൾ നേരത്തെ പോലെ തന്നെ ക്യാമ്പയിൻ സെലക്ട് ചെയ്യുക. ക്യാമ്പയിൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നേരത്തെ എസ് എച്ച് ജി കാണിച്ച പോലെ തന്നെ വിഒ, എസ് എച്ച് ജി, CLF, അസസ്മെന്റ്, അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ലോക്കോസ് മീൻസ് MIS ലോക്കോസ് ആർപിമാർക്ക് ഇവിടെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ വിഒ ഇത് ലോഡ് ചെയ്തോടെ കറങ്ങിക്കൊണ്ടേ ഇരിക്കേണ്ടത്, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. താഴെ ഏറ്റവും താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ വിഒ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലേ, അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് വിഒ ഏത് വിഒ ആണ് ഇപ്പൊ നമുക്ക് ലോക്കോസ് ആർപിമാർക്ക് മാപ്പ് ചെയ്ത വിഒകൾ ഇവിടെ കാണാൻ കഴിയും. ഇപ്പൊ എനിക്ക് ഇവിടെ 2 വിഒ ആണ് മാപ്പ് ചെയ്തേക്കുന്നത്. അപ്പൊ 2 വിഒ ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് വേണ്ട വിഒ, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഒ സെലക്ട് ചെയ്യാം. ഡേറ്റ് ഓഫ് ആക്ടിവിറ്റി ഞാൻ മുന്നേ പറഞ്ഞതാണ്, ഡേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കരുത് ഒരിക്കലും, ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആക്ടിവിറ്റി ഓരോന്നായിട്ട് സെലക്ട് ചെയ്യണം. ഒന്ന് സെലക്ട് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്തിട്ട് മാത്രം അടുത്ത ആക്ടിവിറ്റി സെലക്ട് ചെയ്താൽ മതി കേട്ടോ. അല്ലാണ്ട് എല്ലാ ആക്ടിവിറ്റിയും കൂടെ ഒന്നിൽ പോയി സെലക്ട് ചെയ്യരുത്, നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയൂല. അപ്പോൾ നമ്മൾ ഒരു ആക്ടിവിറ്റി എടുത്തിട്ട് സെലക്ട് ചെയ്യുക. നമ്മളിവിടെ ഓരോ ഏതാ വേണ്ടതെന്ന് വെച്ചിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ ഒന്ന് സെലക്ട് ചെയ്തു. എസ് എച്ച് ജി കാണിച്ച പോലെ തന്നെ എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. എസ് എച്ച് ജി മെമ്പേഴ്സ്, എസ് എച്ച് ജി ലീഡേഴ്സ്, വിഒ മെമ്പേഴ്സ്, വിഒ EC മെമ്പേഴ്സ്, ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആരൊക്കെ ഉണ്ടായിരുന്നു മീൻസ് ഇത് വിഒ അല്ലേ, വിഒയില് ആവുമ്പോൾ ഒരു വാർഡിന്റെ മൊത്തം ആളുകളും ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ എസ് എച്ച് ജി മെമ്പേഴ്സ് ഇവിടെ ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വിഒ EC മെമ്പേഴ്സ് ആരൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആരൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ ഇങ്ങനെ കാണാൻ പറ്റും ഓരോ ബ്രാക്കറ്റിൽ ആരൊക്കെ ഉണ്ടത്. പിന്നെ ജസ്റ്റ് ഏറ്റവും ലാസ്റ്റത്തെ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ 3 ടീംസിനാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എസ് എച്ച് ജി മെമ്പേഴ്സ്, വിഒ EC മെമ്പേഴ്സ്, ആശാ വർക്കേഴ്സ്. ഇതിലിപ്പോ എസ് എച്ച് ജി മെമ്പേഴ്സ് എന്താന്ന് പറഞ്ഞാലും അറിയാം, വിഒയുടെ EC മെമ്പേഴ്സ് എന്താ, ലോക്കോസ് ആർപിമാർക്ക് എസ് എച്ച് ജി മെമ്പേഴ്സ് എന്താണെന്ന് അറിയാം, വിഒ EC മെമ്പേഴ്സ് എന്താണെന്ന് അറിയാം, ആശാ മെമ്പേഴ്സ് എന്താണെന്ന് അറിയാം. ഇതൊക്കെ അവർക്ക് അറിയാം. ഇനി ഇതിൽ മെയിൽ എത്രണ്ണം പങ്കെടുത്തു, എസ് എച്ച് ജി ചെയ്ത പോലെ തന്നെ മെയിൽ പാർട്ടിസിപ്പൻസ് എത്ര ഉണ്ടായിരുന്നു, ഫീമെയിൽ പാർട്ടിസിപ്പൻസ് എത്ര ഉണ്ടായിരുന്നു, ജെൻഡർ ഡിവേഴ്സ് ഇൻഡിവിജ്വൽ മീൻസ് ട്രാൻസ്ജെൻഡേഴ്സ് എത്ര ഉണ്ടായിരുന്നു എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ അവര് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്താൽ മതി. അപ്പൊ മെയിൽ മെമ്പേഴ്സ് ട്രാൻസ്ജെൻഡേഴ്സ് പങ്കെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ സെലക്ട് ചെയ്തിട്ട് 0 എന്ന് ഇടരുത്, നമുക്ക് സബ്മിറ്റ് ആവൂല. മിനിമം ഒരാളെങ്കിലും നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ അവിടെ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഉണ്ടെങ്കിൽ മാത്രം, ഞാൻ വീണ്ടും പറയുന്നത് എന്താന്ന് വെച്ചാൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആണ് പറയുന്നത്, അവരുണ്ടെങ്കിൽ മാത്രം നമുക്ക് സെലക്ട് ചെയ്താൽ മതി. അവര് പങ്കെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യണ്ട. അപ്പൊ ഫീമെയില് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. മെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മെയിലും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ മെയിൽ പാർട്ടിസിപ്പൻസ് 5 എണ്ണം, ഫീമെയിൽ പാർട്ടിസിപ്പൻസ് ഞാൻ 25 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ പാർട്ടിസിപ്പൻസ് അവിടെ 30 എന്ന് വരും. ഇനിയിപ്പോ ഫീമെയിൽ പാർട്ടിസിപ്പൻസ് ഇല്ല എന്ന് പറഞ്ഞു കൊടുത്താൽ അവിടെ ടോട്ടൽ പാർട്ടിസിപ്പൻസ് 25 കാണിക്കുക. അപ്പൊ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് കയറി വരുന്നതാണ്, നമ്മളൊന്നും ചെയ്യേണ്ട. ഇനി ആക്ടിവിറ്റിയുടെ ഫോട്ടോസ് ആണ് ചോദിക്കുന്നത് കേട്ടോ. ആക്ടിവിറ്റിയുടെ ഫോട്ടോ എടുത്തിട്ട് നമ്മളൊരു ഫോട്ടോ കൊടുക്കുക. ഇവിടെ നമ്മളൊരു ഫോട്ടോ കൊടുത്തു, ഡണ്ണ് കൊടുത്തു, ഫോട്ടോ ഇടുന്നു. ഇനി ചോദിക്കുന്നത് നമ്മളോട് അത് ചെയ്തു എന്ന് പറഞ്ഞ മിൻസിന്റെ കോപ്പിയാണ് നമ്മളോട് ചോദിക്കുന്നത്.
അപ്പം ഒരു മിൻസിന്റെ കോപ്പി നമ്മൾ മീൻസ് ADSന്റെ ബുക്കിൽ ഉണ്ടാവും മിൻസിന്റെ കോപ്പി എത്രയെന്ന് ചെയ്തെന്ന് ഏത് ഡേറ്റിൽ നമ്മൾ ചെയ്ത് വെച്ചത് ഉണ്ടാവും. അതെടുത്ത് നമ്മൾ പിന്നെ ചൂസ് ഫയൽ എടുക്കുക. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം 500 KB കൂടാൻ പാടില്ല കേട്ടോ. 500 KB താഴെയാണെങ്കിൽ കുഴപ്പമില്ല, കൂടാൻ പാടില്ല. അപ്പം അതും എടുത്ത് നമ്മളൊരു ഫോട്ടോ വെക്കുക. നെക്സ്റ്റ് താഴെ ഓരോ ഓപ്ഷൻസ് ഉണ്ടാവും. ഇതൊന്നും നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല. ഒരു ആക്ടിവിറ്റി എടുക്കുക. അതിൽ എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ടെന്ന് ചോദിക്കും. ആ പാർട്ടിസിപ്പൻസ് കൊടുക്കുക. ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക. ടൈപ്പ് ഓഫ് പാർട്ടിസിപ്പൻസ്, ഏതൊക്കെ ടൈപ്പ് പാർട്ടിസിപ്പൻസ് ആണ് പങ്കെടുത്തതെന്ന് കൊടുക്കുക. അതിൽ എത്ര മെയിൽ ഉണ്ട്, എത്ര ഫീമെയിൽ ഉണ്ട് എന്ന് കൊടുക്കുക. അതിനുശേഷം ആക്ടിവിറ്റിയുടെ ഫോട്ടോ കൊടുക്കുക, മിൻസിന്റെ ഫോട്ടോ കൊടുക്കുക. ദെൻ ബാക്കിയുള്ളതൊന്നും നമ്മൾ സെലക്ട് ചെയ്യേണ്ട. അത് നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കണം. അത് അവിടെ നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഉള്ളത് ഫോട്ടോ 500 KB കൂടാൻ പാടില്ല. 500 KB കൂടിയാൽ സെലക്ട് ആയി കിട്ടൂല, നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റൂല. എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക. കാരണം ഇത് ഡിലീറ്റ് ചെയ്യാനോ നമുക്ക് എഡിറ്റ് ചെയ്യാനോ കഴിയൂല. അപ്പോൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കുക. നമ്മളുടെ ചെയ്ത കാര്യങ്ങളൊക്കെ NRLM ടീം നോക്കുന്നതാണ്. അപ്പോൾ കൊടുക്കുമ്പോൾ ഫോട്ടോസ് ആയാലും മിൻസിന്റെ കോപ്പി ആയാലും കൊടുക്കുമ്പോൾ അതിന്റെ വ്യക്തതയോട് കൂടി മാത്രം കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ SH ചെയ്ത പോലെ തന്നെ ബേസിക് ഡീറ്റെയിൽ ഓൺ VO ക്യാമ്പയിൻ ഹാവ് ബീൻ സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ VOന്റെ അവിടെ സബ്മിറ്റഡ്, ഒരു ആക്ടിവിറ്റി സബ്മിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇത്രയാണ് VOക്കും ചെയ്യാനുള്ളത് കേട്ടോ.